ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈറ്റ് സൈസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഭാഗം കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററിക്കകത്ത് ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നമ്മൾ ഈ സിവിൽ സർവീസ് പ്രിലിംസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ആകമാനത് ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻസിനൊക്കെ ചോദ്യങ്ങൾ വരാവുന്ന ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ എന്താണ് PSC പരീക്ഷകൾക്ക്, പല PSC പരീക്ഷകൾക്ക്, പറയാം ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക്, പിന്നെ LSGS വരാൻ പോകുന്നു, ഇതിനൊക്കെ പ്രസ്താവന രീതിയിലുള്ള പല ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ആണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, പല ഡിഗ്രി പരീക്ഷകൾക്ക് നമ്മളത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് റെഗുലേറ്റിംഗ് ആക്ട് ആണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ എല്ലാവരും വീഡിയോയിലേക്ക് വരിക, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ കുറച്ച് നിയമങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ നിയമങ്ങൾ എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടൻസ് ഇന്ന് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ നിയമങ്ങൾ ഈ നിയമങ്ങൾ ആര് തയ്യാറാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമങ്ങളാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററിക്കകത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ നിയമങ്ങൾ നമുക്ക് രണ്ട് രീതിയിൽ പഠിക്കാം. രണ്ട് രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് കമ്പനി റൂൾസ് എന്നും, ഓക്കെ, നമ്മുടെ കമ്പനി റൂൾസ് നമുക്ക് കൂടെ കാണാം. കമ്പനി റൂൾസ് എന്നും, അടുത്തത് ക്രൗൺ റൂൾ ആണ്. ഓക്കെ, അപ്പോൾ കമ്പനി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, കമ്പനി എന്ന് പറയുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അല്ലെ. ഇവിടെ കച്ചവടത്തിനായിട്ട് ഇന്ത്യയിൽ എത്തുന്ന കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടനിൽ നിന്ന് അല്ലെ. അപ്പം ബ്രിട്ടനിൽ നിന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് എത്തിയിട്ട് പിന്നീട് നമ്മുടെ ഭരണാധികാരികളായിട്ട് ഇവർ മാറുന്നു. ഒരു കച്ചവട സംഘമാണ് അല്ലെ. ഇവർ പിന്നീട് ഭരണാധികാരികളായിട്ട് മാറുന്നു. പിന്നെ ഇവരുടെ കയ്യിൽ ഭരണം കിട്ടിക്കഴിഞ്ഞിട്ട് ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞാൽ കറപ്റ്റഡ് ആവുകയാണ്. ഭരണം കിട്ടുന്നതിന് മുമ്പേ കറപ്റ്റഡ് ആണ്. ഒരു കൊമേഴ്സ്യൽ ബോഡി എന്ന് വെച്ച് നോക്കുമ്പോൾ അത് കറപ്റ്റഡ് ആണ്. പക്ഷെ ഭരണവും കൂടി ഇവരുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു എന്താണ്, ഭയങ്കരമായിട്ട് ഇവര് കറപ്റ്റഡ് ആയിട്ട്, അഴിമതിക്ക് വിധേയരായിട്ട് മാറുകയാണ്. അപ്പം നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റിന് ഇവരെ നിയന്ത്രിച്ചേ മതിയാവൂ, റെഗുലേറ്റ് ചെയ്തേ മതിയാവൂ എന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് നമ്മുടെ റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ അതിലാണ് പിന്നീട് റെഗുലേറ്റിംഗ് ആക്ട് മുതൽ 1858 വരെ ഇവർ പാസ്സാക്കുന്ന നിയമങ്ങളെല്ലാം തന്നെ നമ്മൾ കമ്പനി റൂൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അതിനുശേഷമാണ് ക്രൗൺ റൂൾ വരുന്നത്. ക്രൗൺ റൂൾ എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അബോളിഷ് ചെയ്യേണ്ട ഒരു ഘട്ടം എത്തുന്നു. അതായത് നമ്മുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം 1857 ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാറിന് ശേഷം അല്ലെ. അപ്പൊ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാറിന് ശേഷം എന്താണ്, ബ്രിട്ടീഷ് ഗവൺമെന്റിന് മനസ്സിലാവുന്നു, അല്ലെങ്കിൽ പാർലമെന്റിന് മനസ്സിലാവുന്നു, ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോളനി തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് പോകുന്നു. ഓക്കെ, അങ്ങനെ ഇവർ എന്ത് ചെയ്യുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി അബോളിഷ് ചെയ്തുകൊണ്ട് നേരിട്ട് ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് ഭരണം ഏറ്റെടുക്കുന്നു. പിന്നീട് ഇവര് ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമങ്ങൾ എല്ലാം തന്നെ ബ്രിട്ടീഷ് ക്രൗൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1947 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട്. അതായത് നമുക്ക് സ്വാതന്ത്ര്യം തരും, അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻസും കാര്യങ്ങളും എല്ലാം പറയുന്ന 1947 ആക്ടിലാണ് അല്ലെ. ആ ആക്ട് വരെ എന്താണ്, ക്രൗൺ റൂൾ ആണ്. ഓക്കെ, അപ്പം ക്രൗൺ റൂൾ ആണ്. അപ്പൊ ഈ രണ്ട് രീതിയിലാണ്, കമ്പനി റൂള്, ക്രൗൺ റൂൾ, ഈ രണ്ട് രീതിയിലാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററിക്കകത്ത് നിയമങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 1773 ആദ്യമായിട്ട് നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റെഗുലേഷൻസ് കൊണ്ടുവരുന്നു. റെഗുലേഷൻ ആണ് കേട്ടോ. റെഗുലേഷൻ മീൻസ് എന്താണ്, നിയന്ത്രണങ്ങളാണ്. കുറച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് അവർ നിയന്ത്രിക്കുന്നത്, അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു നിയമങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കമ്പനി റൂൾസ് ആയാലും ക്രൗൺ റൂൾസ് ആയാലും പ്രത്യേകതയുണ്ട്. ഒന്നിന്റെ തുടർച്ചയാണ് മറ്റൊന്ന്. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഒരു നിയമങ്ങളല്ലേ. അപ്പൊ ഒന്നിന്റെ തുടർച്ചയായിട്ടാണ്. ആദ്യം ഒരു നിയമം ഉണ്ടാക്കുന്നു, അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാൻ അടുത്ത് ഉണ്ടാക്കുന്നു, പിന്നെ അങ്ങനെയാണ് ഇതൊരു ചെയിൻ പോലെ പോവുകയാണ് അല്ലെ. അപ്പൊ നമ്മള് ഇത് കൃത്യമായിട്ട് ആദ്യത്തെ റെഗുലേറ്റിംഗ് ആക്ട് മുതൽ പിന്നെ പിറ്റ്സ് ഇന്ത്യ ആക്ട് വരുന്നത് അതെല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണ്, ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഓരോ പോയിന്റ്സ് ഇങ്ങനെ ചോർന്നു പോകാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. സോ ആദ്യത്തെ റെഗുലേറ്റിംഗ് ആക്ട് മുതൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എങ്കിൽ മാത്രം അതിന്റെ ഒരു തുടർച്ച കൈവിടാതെ തന്നെ പഠിച്ചു വെക്കുക. അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു മാല പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആക്ടുകൾ ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് റെഗുലേറ്റിംഗ് ആക്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ചെറിയ ഒരു ഹിസ്റ്ററിയും കൂടെ പറഞ്ഞിട്ടാണ് റെഗുലേറ്റിംഗ് ആക്ടിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ എത്തുന്നു. ഒരു 1600 ഒരു കാലഘട്ടത്തിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്തത്. ഓക്കെ, പിന്നീട് ക്വീൻ എലിസബത്തിന്റെ കയ്യിൽ നിന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു മോണോപ്പൊളി, ഒരു ചാർട്ടർ വാങ്ങുന്നു.
ഒരു അനുവാദമാണിത്. അതായത് ഇന്ത്യ ചൈന ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുമ്പോൾ നമ്മൾ ഏഷ്യയിലേക്ക് ഇങ്ങനെ വരികയാണ്. ഇന്ത്യ ചൈന തുടങ്ങിയ സ്ഥലത്ത് എന്താണ് കച്ചവടം നടത്താനുള്ള ഒരു കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഘം രൂപീകരിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് കമ്പനിയാണ് ഇത് രൂപീകരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് എന്താണ് ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇന്ത്യയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ ഭരണാധികാരികളുടെ കയ്യിൽ നിന്ന് ഇവരൊരു അനുവാദം വാങ്ങുന്നു. എന്താണ്, ഇന്ത്യയിലേക്ക് ഇവരെത്തിക്കഴിഞ്ഞാൽ ഇവരല്ലാതെ മറ്റാരും എവിടുന്ന് ബ്രിട്ടനിൽ നിന്ന് കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വരാൻ പാടില്ല എന്നൊരു കുത്തക അവകാശമാണ് ഇവർ വാങ്ങിയിട്ട് ഇന്ത്യയിൽ എത്തുന്നത്. എന്തായാലും 1600 കാലഘട്ടത്തിൽ അവർ ഇന്ത്യയിൽ എത്തുന്നു. തുടർന്ന് നമ്മുടെ ഒരു ബ്രിട്ടീഷ് ഡിപ്ലോമാറ്റ് ആണ് തോമസ് റോ എന്ന് പറയുന്ന ഒരു വ്യക്തി. തോമസ് റോ. ഈ തോമസ് റോയെ പാർലമെന്റ്, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് എങ്ങോട്ട് അയക്കുന്നു? നമ്മുടെ ഇന്ത്യയിലേക്ക് അയക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഗൾസ് ആണെന്നുള്ള കാര്യം അറിയാലോ. അപ്പം ജഹാംഗീറിന്റെ സദസ്സാണ്. അദ്ദേഹത്തിന്റെ ഒരു കോർട്ടിലേക്ക് ആരെ അയക്കുന്നു? തോമസ് റോയെ അയക്കുന്നു. അപ്പം റോ എന്താണ് പല തരത്തിലുള്ള സൂത്രപ്പണികളോടെ കുറെ ഗിഫ്റ്റുകൾ കൊടുത്തും പല കാര്യങ്ങളൊക്കെ കാണിച്ചൊക്കെ ഈ അദ്ദേഹം നമ്മുടെ ഭരണാധികാരിയെ കുറച്ച് പ്രലോഭനത്തിലൊക്കെ പെടുത്തി എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിത്തൗട്ട് ടാക്സ് ഇല്ലാതെ തന്നെ ഇന്ത്യയിൽ കച്ചവടം നടത്തുവാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം നേടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവടം എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യയിൽ വ്യാപാരം സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ അപ്പം ഈ ഒരു വിത്തൗട്ട് ടാക്സ് ആണ് ഇവരിവിടെ കച്ചവടം നടത്തുന്നത്. അപ്പൊ ഇന്ത്യയുടെ നമ്മുടെ ഒരു കൾച്ചർ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു രീതി നോക്കുകയാണെങ്കിൽ എന്താണ്, പണ്ട് മുതൽക്ക് തന്നെ ഒരുപാട് നാട്ടിൽ നിന്ന് ആൾക്കാർ എത്തുന്നുണ്ട് കച്ചവടത്തിനായിട്ട്. പല നാട്ടിൽ നിന്ന് തന്നെ ആൾക്കാർ എത്തുന്നുണ്ട്. ഇവരെല്ലാം ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്ന വിദേശികളെല്ലാം തന്നെ നമ്മുടെ രാജാവിന്, നമ്മുടെ റൂളറിന് എന്ത് ചെയ്യുന്നു? ടാക്സ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? കച്ചവടം നടത്തുന്നത്. അപ്പൊ ഇതിനൊരു വിപരീതമായിട്ടാണ് ഇവരിവിടെ കച്ചവടം നടത്തുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രിവിലേജ് ഒക്കെ ഇവർ എടുക്കാൻ തുടങ്ങി. ഇത് സ്വദേശി നമ്മുടെ തന്നെ ഇന്ത്യൻസിനെ തന്നെ, ഇന്ത്യയിൽ കച്ചവടം നടത്തുന്നവർക്കും അല്ലെങ്കിൽ വിദേശത്തുനിന്ന് വന്നവർക്കൊക്കെ തന്നെ പ്രശ്നമാവുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇവരുടെ ഒരു രീതികളൊക്കെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഈ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഈ ഒരു അനുവാദത്തിന്റെ നമ്മുടെ മുഗൾ ഭരണാധികാരി കൊടുത്ത, ജഹാംഗീർ കൊടുത്ത ഈ ഒരു അധികാരം അവർ ദുർവിനിയോഗം ചെയ്യുന്നു. അവസാനം ബാറ്റിൽ ഓഫ് പ്ലാസിയിലോട്ടും അല്ലെ 1757 ബാറ്റിൽ ഓഫ് പ്ലാസി, നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾ ബാറ്റിൽ ഓഫ് ബെക്സാർ കാണുന്നു. ബാറ്റിൽ ഓഫ് ബെക്സാർ ഒക്കെ വരുമ്പോഴത്തേക്കും 1764 അല്ലെ, 1764 ബാറ്റിൽ ഓഫ് ബെക്സാർ ഒക്കെ വരുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും ഒരു റൂളേഴ്സ് എന്നുള്ള രീതിയിൽ, അതായത് നമ്മുടെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ, ഒറീസ, ബീഹാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കരം പിരിക്കാനുള്ള, ടാക്സുകൾ പിരിക്കാനൊക്കെ, റവന്യൂ കളക്ട് ചെയ്യാനൊക്കെ ഉള്ള അധികാരം ആർക്ക് കിട്ടുന്നു? നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടുന്നു. അപ്പൊ അത് അലഹബാദ് ഉടമ്പടിയൊക്കെയാണ്, അലഹബാദ് ട്രീറ്റി ഒക്കെയാണ്. അലഹബാദ് ട്രീറ്റി എന്ന് പറയുമ്പോൾ 1765 ആണ്. ഓക്കെ, 1765 അലഹബാദ് ഉടമ്പടി പ്രകാരം അലഹബാദ് ട്രീറ്റി പ്രകാരം ഇവർക്ക് പല പ്രദേശങ്ങളിലെയും കരങ്ങളൊക്കെ റവന്യൂ ഒക്കെ കളക്ട് ചെയ്യാനുള്ള ഒരു അധികാരം കിട്ടുന്നു. അപ്പൊ ഇവര് പതിയെ റൂളേഴ്സ് ആയിട്ട് ഇങ്ങനെ മാറുകയാണ്. ഓക്കെ, അങ്ങനെ ഇങ്ങനെ റൂളേഴ്സ് ആയിട്ട് മാറി ഇവര് ഒരു കച്ചവട സംഘം നമ്മളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ. അപ്പം ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ക്യാൻവാസിൽ കൊണ്ടുപോകേണ്ട സംഭവമാണ് അല്ലെ. പക്ഷെ അതിനകത്ത് കച്ചവടക്കാരാണ് ഭരിക്കാൻ പോകുന്നത്. അപ്പം അതിനകത്ത് ഇന്ത്യയിൽ ഭരിക്കപ്പെടുന്നവർ, ഇന്ത്യക്കാരെന്ന് പറയുന്നവര് ധാരാളം പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് അല്ലെ. ദുർഭരണമാണ്, ഇത് കമ്പനി അടിക്കടി കറപ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ കമ്പനിയുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി ഒരു കച്ചവട കമ്പനിയാണ്, കച്ചവടം നടത്തിയ കൊമേഴ്സ്യൽ പർപ്പസ് ആണ്. ആ കച്ചവടത്തിലൂടെ അവർക്ക് ലാഭം എടുക്കാവുന്നതാണ് അല്ലെ. മാത്രമല്ല പിന്നീട് ഇവരിപ്പോ റവന്യൂ കളക്ട് ചെയ്യാനും കൂടി തുടങ്ങി. ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലെ റവന്യൂ കളക്ട് ചെയ്യാൻ തുടങ്ങി. ഒറീസ, ബീഹാർ, ബംഗാൾ എല്ലാം അതിനകത്ത് വരും. ഇവിടുന്ന് എല്ലാം ഇവർക്ക് എന്ത് ചെയ്യാം? റവന്യൂ കളക്ട് ചെയ്യാം. അപ്പൊ ഇവർ വരുമാനം ആക്ച്വലി കൂടേണ്ടതാണ്. പക്ഷേ ഇവരുടെ അഴിമതി കാരണം, ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥരുടെ അഴിമതി കാരണം കമ്പനി ഇങ്ങനെ ഗ്രോത്ത് താഴോട്ട് വരികയാണ്. പലപ്പോഴായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് പാർലമെന്റിനോട് എന്ത് ചോദിക്കുകയാണ്? ലോണുകളും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ബ്രിട്ടനിലുള്ളവർക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട്. ഇംഗ്ലണ്ടിലുള്ളവർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, മറ്റു ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇംഗ്ലണ്ടിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമേ ഇവിടെ വരാൻ പറ്റൂ, ഇവിടെ വന്ന് കച്ചവടം നടത്താൻ പറ്റൂ, മറ്റാർക്കും ഇവിടെ എത്താനും പറ്റുന്നില്ല. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇവര് ഇപ്പോ കച്ചവടക്കാര് മാത്രമല്ല, ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സും കൂടി ആയിട്ട് മാറിയിരിക്കുകയാണ്. എന്നിട്ടും റവന്യൂ കളക്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഇവരെന്താണ് ഇങ്ങനെ താഴോട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം
അഴിമതിയും ദുർഭരണവും എല്ലാമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന്റെ ഒരു മൊത്തത്തിൽ താളം തെറ്റി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റ് അതാണ് ബ്രിട്ടീഷ് പാർലമെന്റിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ റെഗുലേറ്റ് ചെയ്തേ പറ്റൂ, നിയന്ത്രിച്ചേ പറ്റൂ എന്നൊരു അവസ്ഥയിലേക്ക് മാറുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് 1773 1773 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ റെഗുലേഷൻ കൊണ്ടുവരികയാണ്. റെഗുലേറ്റിംഗ് ആക്ട് എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ റെഗുലേറ്റിംഗ് ആക്ട് ആണ് 1770 റെഗുലേറ്റിംഗ് ആക്ട് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, വരാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈ റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ആദ്യത്തെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് taken by British government to control and regulate the affairs of the East India Company in India. Okay. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പാസ്സാക്കിയ നിയമമാണ് എന്തെന്ന് പറയുന്നത് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് റെഗുലേറ്റിംഗ് ആക്ടിന്റെ ആദ്യത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെയധികം ആദ്യത്തെ ഒരു നിയമ നിർമ്മാണ പ്രക്രിയ ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിന്റെ ഒരു നിയമനിർമ്മാണ പ്രക്രിയ സ്റ്റാർട്ട് ചെയ്ത റെഗുലേറ്റിംഗ് ആക്ട് വഴിയാണ്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കുന്ന നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. ഇന്ത്യയിൽ പാസ്സാക്കുന്ന നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. ഒന്നാമത്തെ പ്രത്യേകത അതാണ്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ഇറ്റ് recognized for the first time the political and administrative function of the company. ഓക്കെ, നോക്കാം. ആദ്യമായിട്ട് ഇത് കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ, അതായത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, 1765 അലഹബാദ് ട്രീറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അലഹബാദ് ട്രീറ്റി എന്ന് പറയുമ്പോൾ ഷാലം സെക്കൻഡ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. റോബർട്ട് ക്ലൈവും ഷാലം സെക്കൻഡും ആയിട്ട് വരുന്ന ഒരു ട്രീറ്റിയാണ്. അപ്പോൾ റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ആളാണ്, പ്രതിനിധിയാണ്, റെപ്രസെന്റേറ്റീവ് ആണ്, നിങ്ങൾ അവതരിക്കുക. അപ്പൊ ഷാലം എന്ന് പറയുന്നത് നമ്മുടെ ഒരു റൂളറാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഒരു നമ്മുടെ റൂളറുടെ കയ്യിൽ നിന്ന് പല സ്ഥലങ്ങളുടെയും റവന്യൂ പിരിക്കാനുള്ള ഒരു അവകാശം റോബർട്ട് ക്ലൈവ് നേടിയെടുക്കുന്നു. അങ്ങനെ ഇവിടുത്തെ ഭരണം ഇവർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ 1765 മുതൽ നോക്കാം, 1765 മുതൽ ഇവരിവിടെ ഭരിക്കുകയാണ്. അതിനുശേഷം 1773 നോക്കൂ, ഒരു നൂറ്റാണ്ട് തന്നെ കഴിഞ്ഞു പോയി. അതിനുശേഷമാണ് നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റ് ഇവരെ നിയന്ത്രിക്കണമെന്ന് തന്നെ ഒരു തോന്നൽ ഇവർക്ക് ഉണ്ടാവുന്നതും നിയന്ത്രിക്കാനായിട്ട് വരുന്നതും. ഓക്കെ, അത്രയും നാളും ഇവരുടെ കൊമേഴ്ഷ്യൽ പർപ്പസ്, പൊളിറ്റിക്കൽ പർപ്പസ്, അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ഇതെന്താണെന്ന് പോലും ഇവർക്ക് അറിയാതെ ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇവിടുത്തെ ഭരണകാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ എന്തൊക്കെയാണ് കച്ചവട കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതൊന്നും അല്ല, അതിലൊരു അവിയല് പരുവായിട്ട് കിടക്കുകയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പൊ ആദ്യമായിട്ടാണ് 1773 എന്തൊക്കെയാണ് കമ്പനിയുടെ പൊളിറ്റിക്കൽ ഫങ്ഷൻസ്, അതേപോലെ എന്തൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് എന്ന് ആദ്യമായിട്ട് തരംതിരിക്കുന്നത് അല്ലെങ്കിൽ വേർതിരിക്കുന്നത് 1773 റെഗുലേറ്റിംഗ് ആക്ട് വഴിയാണ്. ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത് നോക്കുക. ഈ നിയമമാണ് 1773 ഈ നിയമമാണ് അല്ലെങ്കിൽ റെഗുലേറ്റിംഗ് ആക്ട് ആണ് ഇന്ത്യയിലെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷന് തുടക്കം കുറിച്ചത്. ഓക്കെ, സെൻട്രൽ കേന്ദ്രീകരണ ഭരണത്തിന്, സെൻട്രൽ അഡ്മിനിസ്ട്രേഷന് തുടക്കം കുറിച്ചത് നമ്മുടെ 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ്. ഓക്കെ, അപ്പൊ അത് എന്താണ്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, സെൻട്രലൈസേഷൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം അതിനു മുമ്പ് നമ്മൾ ഇതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ ഇനി പഠിക്കും. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ 1773 റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 രീതിയിൽ ഇതിന് പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ പാസ്സാക്കിയ നിയമം അല്ലെ, ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് കമ്പനിയെ നിയന്ത്രിക്കാനായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന നിയമം എന്നുള്ള രീതിയിലൊരു ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് റെഗുലേറ്റിംഗ് ആക്ട്. രണ്ടാമത് വരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൊളിറ്റിക്കൽ ഫങ്ഷൻസ്, നയപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്, ഭരണപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമായിട്ട് വേർതിരിക്കുന്നത് ഈ ഒരു നിയമം വഴിയാണ്. മൂന്നാമത്തെ പ്രത്യേകത, അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ സെൻട്രലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന, കേന്ദ്രീകൃത ഭരണത്തിന് തുടക്കം കുറിക്കുന്ന നിയമമാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത്. അപ്പം ഈ 3 കാര്യങ്ങളാണ് ഈ 3 കാര്യങ്ങൾ കൊണ്ട് റെഗുലേറ്റിംഗ് ആക്ട് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ആദ്യത്തെ നിയമം, അതേപോലെ ആദ്യമായിട്ട് പൊളിറ്റിക്കൽ ഫംഗ്ഷനും അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനും വേർതിരിക്കുന്നു, അതേപോലെ ആദ്യമായിട്ട് ഇന്ത്യയിലെ സെൻട്രലൈസേഷൻ കേന്ദ്രീകരണ ഭരണം, സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരുന്നു. ഈ 3 കാര്യങ്ങളാൽ
നമ്മുടെ റെഗുലേറ്റിംഗ് ആക്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഫീച്ചേഴ്സ് എന്നാണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഈ റെഗുലേറ്റിംഗ് ആക്ട് വഴി എങ്ങനെയാണ് കമ്പനിയെ നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റ് നിയന്ത്രിക്കാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ നിയന്ത്രിച്ചത് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. അതിന്റെ ഫീച്ചേഴ്സ് ഓഫ് ദി ആക്ട് ആണ്, നമ്മുടെ ഈ ആക്ടിന്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പം ആദ്യമായിട്ട് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, എങ്ങനെയാണ് സെൻട്രലൈസേഷൻ ഇന്ത്യയിൽ കൊണ്ടുവന്നത്, സെൻട്രലൈസേഷൻ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിൽ റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ നോക്കുക, ഇവിടുത്തെ നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പർപ്പസ് എന്താണ്, ബ്രിട്ടീഷ് പാർലമെന്റ് പർപ്പസ് എന്താണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുക അല്ലെ, ഇതിന്റെ അഴിമതി കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ പർപ്പസ്. ഓക്കെ, അപ്പൊ 1773 റെഗുലേറ്റിംഗ് ആക്ടിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഴിമതി കുറയ്ക്കുക, ഇതിനെ നിയന്ത്രണത്തിൽ ആക്കുക എന്നതാണ് അതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യത്തിൽ നമ്മൾ കണ്ടു, ഈ നിയമം ഇന്ത്യയിൽ എന്ത് കൊണ്ടുവരുന്നു, സെൻട്രലൈസേഷൻ കൊണ്ടുവരുന്നു ആണ് നമ്മൾ അറിഞ്ഞത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് സെൻട്രലൈസേഷൻ കൊണ്ടുവരുന്നത്, അങ്ങനെ സെൻട്രലൈസേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൺട്രോൾഡ് ആവുമോ, ഇതാണ് നമ്മൾ ഇനിയിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് it designate the governor of Bengal as the Governor General of Bengal and created an executive council of 4 members to assist him. The first such Governor General was Lord Warren Hastings. Okay, it made the governors of Bombay and Madras presidencies subordinate to the Governor General of Bengal, unlike earlier when the 3 presidencies were independent of one another. Okay, അപ്പം ഇതാണ് നമ്മൾ സെൻട്രലൈസേഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ 1773 നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഏറ്റവും പ്രബലരെ സാമ്പത്തികമായിട്ടും ഫിനാൻഷ്യൽ ആയിട്ടും, അതല്ല ഫിനാൻഷ്യൽ മീൻസ് ഏറ്റവും കൂടുതൽ റവന്യൂ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ കൊടുക്കുന്ന 3 പ്രൊവിൻസ് എന്ന് പറയുന്നത്, പ്രസിഡൻസി എന്ന് പറയുന്നത് ഒന്ന് ബംഗാളാണ്, ഉറപ്പായിട്ടും ബംഗാൾ ഉണ്ടെന്ന് അല്ലെ. പിന്നെന്താണ്, മദ്രാസ് ഉണ്ട്, മദ്രാസ് പിന്നെ ബോംബെ, ഈ 3 പ്രസിഡൻസീസ് ആണ്. അപ്പൊ ഈ പ്രസിഡൻസീസ് അതായത് ഈ പ്രൊവിൻസ് ഒക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ആരാണ്, അവിടുത്തെ ഗവർണറാണ്. ഇപ്പൊ ബംഗാളിലെ ഗവർണറാണ്, ബംഗാൾ ഇവിടെ ഒരു ഗവർണർ ഉണ്ട് അല്ലെ, ബംഗാളിൽ ഒരു ഗവർണർ ഉണ്ട്, അതേപോലെ ബോംബെക്ക് ഒരു ഗവർണർ ഉണ്ട്, അതേപോലെ മദ്രാസിന് ഒരു ഗവർണർ ഉണ്ട്. ഈ 3 ആൾക്കാർ അവരുടെ പ്രവിശ്യകൾ, അവരുടെ പ്രസിഡൻസീസ് അവർ എന്ത് ചെയ്യുന്നു, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ 1773 നമ്മുടെ റെഗുലേറ്റിംഗ് ആക്ട് എത്തുകയാണ്. റെഗുലേറ്റിംഗ് ആക്ട് വരുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, കമ്പനിയെ നിയന്ത്രിക്കണം എന്നാണ് ഉദ്ദേശം അല്ലെ, റെഗുലേറ്റ് ചെയ്യണമെന്നാണ് ഉദ്ദേശം. അപ്പൊ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ആയിട്ട് ഒരു സെൻട്രൽ പവറിനെ കൊണ്ടുവരുന്നു, ആ സെൻട്രൽ പവർ എന്ന് പറയുന്നത് ആരാണ്, ഗവർണർ ഓഫ് ബംഗാൾ ആണ്. ഗവർണർ ഓഫ് ബംഗാൾ, ഈ ഗവർണർ ഓഫ് ബംഗാളിനെ ആ ഒരു സെൻട്രൽ പവർ ആയിട്ട് മാറ്റുന്നു. അതായത് ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പോസ്റ്റിലേക്ക് മാറ്റുന്നു, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാറ്റുന്നു. ഓക്കെ, ആ ഗവർണർ ഓഫ് ബംഗാൾ, ബംഗാളിലെ ഗവർണർ തന്നെയാണ്, അദ്ദേഹത്തിന് ഒരു പുതിയ ഒരു പേര് നൽകി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ഗവർണർ ജനറൽ എന്ന് പറയുന്ന ഒരു മിഡ് നെയിം കൂടെ കൊടുത്ത് ഒരു വലിയൊരു പോസ്റ്റ് ആക്കി മാറ്റുന്നു. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഒരു പോസ്റ്റും കൂടി വരുന്നു. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുന്നേ, ഇദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സ് ആയിട്ട് ആരെ മാറ്റുന്നു, ഇദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് ആയിട്ട് നമ്മുടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ സബോർഡിനേറ്റ് ആയിട്ട് ആരെയൊക്കെ കൊണ്ടുവരുന്നു, നമ്മുടെ ബോംബെയിലെ ഗവർണറിനെയും മദ്രാസിലെ ഗവർണറിനെയും ഇദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് ആയിട്ട് കൊണ്ടുവരുന്നു, സബോർഡിനേറ്റ് ആയിട്ടാണ് വെക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ഒരു സെൻട്രൽ പവർ ആയിട്ട് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ മാറുന്നു. ബോംബെയിലെയും മദ്രാസിലെയും ഗവർണേഴ്സ് ആരാവുന്നു, ഇദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, അങ്ങനെയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യയില് കേന്ദ്രീകൃത ഭരണത്തിന്, സെൻട്രലൈസേഷന് തുടക്കം കുറിക്കുന്നത്.
ഓക്കെ. അപ്പം അതുവരെ 1773 വരെയുള്ള കാലഘട്ടത്തിൽ സെപ്പറേറ്റ് പ്രസിഡൻസീസ് ആണ്. അവിടെ എല്ലാം സെപ്പറേറ്റ് ആരുണ്ട്, ഗവർണേഴ്സ് ഉണ്ട്. അവരാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ പ്രസിഡൻസിയിൽ അവരുടെ പ്രവിശ്യകളിലെ നിയമനിർമ്മാണങ്ങളും കാര്യങ്ങളും ഭരണം നടത്തുന്നത്. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് അവിടുത്തെ ഗവർണേഴ്സ് തന്നെയാണ്. സെപ്പറേറ്റ് ആയിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ 1773 നിയമം എന്ത് കൊണ്ടുവരുന്നു, സെൻട്രലൈസേഷൻ കൊണ്ടുവരുന്നു. അതിന്റെ ഭാഗമായിട്ട് ബംഗാൾ ഗവർണർ ഓഫ് ബംഗാൾ ആരായിട്ട് മാറുന്നു, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറുന്നു. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്, ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ സബോർഡിനേറ്റ് ആയിട്ട് ആരെയൊക്കെ കൊണ്ടുവരുന്നു, ബോംബെയിലെ ഗവർണറിനെയും അതേപോലെ തന്നെ മദ്രാസിലെ ഗവർണറിനെയും കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് ആയിട്ട് കൊണ്ടുവരുന്നു. ഓക്കെ. അതായത് ഇവിടുത്തെ കാര്യങ്ങൾ എന്താണ്, അവർ ബോംബെയിലെയും മദ്രാസിലെയും കാര്യങ്ങൾ ഇനി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൻട്രൽ ബോഡി ഉണ്ട്. ബംഗാളിലെ കാര്യം അവിടെ നോക്കും, അതേപോലെ തന്നെ ബോംബെയിലെയും മദ്രാസിലെയും കാര്യം റിപ്പോർട്ട് ചെയ്യാൻ ഒരു സെൻട്രൽ ബോഡി ഉണ്ട്, അല്ലെ, ഒരു സെൻട്രൽ പവർ ഉണ്ട്. അതാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ഒരു ബോസിനെ കൊണ്ടുവന്നു. അപ്പം ഇതിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനൊരു സെൻട്രൽ പവറിനെ കൊണ്ടുവരുന്ന സമയത്ത് മുകളിൽ വളരെ കേന്ദ്രീകൃതമായിട്ടുള്ള കുറച്ചുകൂടി ശക്തിയുള്ള ഒരാളിരിക്കുകയാണ്, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇരിക്കുകയാണ്. ആ സമയത്ത് മനസ്സിലാക്കേണ്ടത് എന്താണ്, അപ്പൊ ഒരു മുകളിൽ കുറച്ചുകൂടി ശക്തിയുള്ള ഒരാളുള്ളപ്പോൾ താഴെയുള്ള എന്താണ് അഴിമതി, കറപ്ഷൻസ് ഒക്കെ കുറയും, കുറച്ചുകൂടി കൺട്രോൾഡ് ആവും, കുറച്ചുകൂടി ഭയം വരും, അല്ലെ. അപ്പൊ കുറച്ചും കൂടി നല്ല രീതിയിൽ സുതാര്യമായിട്ട് കാര്യങ്ങൾ നടക്കും എന്ന് കരുതിയിട്ടാണ് സെൻട്രലൈസേഷൻ എന്നുള്ള രീതിയിലേക്ക് ഇവിടുത്തെ ഭരണത്തെ മാറ്റുന്നത്, അഡ്മിനിസ്ട്രേഷനെ മാറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് പോയിന്റ് ഉണ്ട്. ഈ ഗവർണർ ജനറൽ ഓഫ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു പോസ്റ്റിലേക്ക് വരികയാണ്, അല്ലെ. അപ്പൊ അദ്ദേഹം ഇനിയിപ്പം അദ്ദേഹം ബംഗാളിന്റെ മാത്രം കാര്യമല്ല നോക്കേണ്ടത്, മദ്രാസിന്റെയും അതേപോലെ തന്നെ ബോംബെയിലെയും കാര്യങ്ങൾ അദ്ദേഹം നോക്കണം. അപ്പൊ ഇദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ കണ്ട ഇവിടെയുണ്ട്, ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലിനെ രൂപീകരിക്കും. ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ 4 അംഗങ്ങളാണുള്ളത്. ഓക്കെ. ഒരു 4 members എന്താണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ വരുന്നു. ഒരു 4 members എക്സിക്യൂട്ടീവ് കൗൺസിൽ ആർക്ക് വരുന്നു, ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പുതിയ പോസ്റ്റിന് വരുന്നു. ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ കീഴിൽ അല്ലെങ്കിൽ അതിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു കൗൺസിൽ വരുന്നു. ആ കൗൺസിൽ 4 അംഗങ്ങളുണ്ട്. അതാണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ആണ് വരുന്നത്. അതിൽ 4 അംഗങ്ങളുണ്ട്. അപ്പൊ ഈ കൗൺസിലിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇന്ത്യയിൽ. അപ്പൊ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന പുതിയൊരു അഡ്മിനിസ്ട്രേറ്റർ ഇന്ത്യക്ക് കിട്ടിയിരിക്കുകയാണ്, അല്ലെ. അദ്ദേഹം എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണ്. അത് ബോംബെയുടെയും അതേപോലെ തന്നെ മദ്രാസിന്റെയും ഭരണം കൈയാളുന്ന, അതിനോടൊപ്പം ബംഗാളിന്റെയും ഭരണം കൈയാളുന്ന അഡ്മിനിസ്ട്രേറ്റർ ആണ്. അദ്ദേഹത്തിന് ഒരു കൗൺസിൽ വരുന്നു, എക്സിക്യൂട്ടീവ് കൗൺസിൽ വരുന്നു. അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട്, അദ്ദേഹത്തിന് പല കാര്യങ്ങൾ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു കൗൺസിൽ വരുന്നു. അതിൽ 4 members ഉണ്ട്. അപ്പൊ ഈ കൗൺസിൽ നമ്മൾ കൃത്യമായിട്ട് ഇപ്പൊ മനസ്സിലായല്ലോ, കൗൺസിൽ രൂപീകരിക്കുന്നതിന്റെ ഒരു തുടക്കം മനസ്സിലായല്ലോ. ഈ കൗൺസിലുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇനി അങ്ങോട്ട് നമ്മൾ കുറെ ആക്ടുകൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ കൗൺസിലൊക്കെ ഇനി എന്താണ്, ഈ 4 അംഗങ്ങളുള്ള എക്സിക്യൂട്ടീവ് കൗൺസിലൊക്കെ അങ്ങ് മാറും. ഈ കൗൺസിലുകൾ പല രീതിയിൽ വിഭജിക്കുന്നതും സെപ്പറേറ്റഡ് ആവുന്നതും അത് എക്സ്പാൻഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണും. അതിനോടൊപ്പം ഓരോരോ നിയമങ്ങളും വരുന്നുണ്ട്. സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. അങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആവുന്നത് ലോർഡ് വാരൻ ഹേസ്റ്റിങ്സ് ആണ്. ഇന്ത്യയിലെ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ആദ്യമായിട്ട് നമ്മൾ 1773 റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് സെൻട്രലൈസേഷനെ കുറിച്ചാണ്. ഇന്ത്യയിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1773 റെഗുലേറ്റിംഗ് ആക്ട് വഴിയാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെപ്പറേറ്റ് ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ നടത്തിയിരുന്ന പ്രസിഡൻസീസ് ആയിരുന്നു ബംഗാൾ, ബോംബെ, മദ്രാസ് എന്നിവ. പക്ഷേ റെഗുലേറ്റിംഗ് ആക്ട് വരുന്ന സമയത്ത് ബംഗാളിലെ ഗവർണർ, ബംഗാൾ എന്ന് പറയുമ്പോൾ കുറച്ച് റവന്യൂ കൂടുതൽ കിട്ടുന്ന, കുറച്ചും കൂടി ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ള ഒരു പ്രസിഡൻസിയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ബംഗാൾ ഒരു സെൻട്രൽ പ്ലേസ് ആയിട്ടൊക്കെ വെക്കുന്നു, സെൻട്രൽ പോയിന്റ് ആയിട്ട് വെക്കുന്നത്. അപ്പം ബംഗാളിലെ ഗവർണറിനെ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ പോസ്റ്റിലേക്ക് മാറ്റുന്നു. ദാറ്റ് ഈസ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഓക്കെ. ഇദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് ആയിട്ട് മറ്റു 2 പ്രസിഡൻസീസെ മാറ്റുകയാണ്. മദ്രാസിനെയും ബോംബെയും മാറ്റുകയാണ്. ഓക്കെ. അതിനോടൊപ്പം എന്താണ് ചെയ്യുന്നത്, ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ആ ഒരു പദവി അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 അംഗങ്ങൾ അടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലേയും കൂടി രൂപീകരിക്കുകയാണ്. മനസ്സിലായി, സെൻട്രൽ ആയിട്ട് നമുക്കൊരു കേന്ദ്ര ഭരണം വരികയാണ്.
ഓക്കെ, അപ്പം ആദ്യമായിട്ട് ഇന്ത്യയിലെ അങ്ങനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആവുന്നത് ലോർഡ് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ സെൻട്രലൈസേഷനെ കുറിച്ച് പഠിച്ചത്. അപ്പൊ സെൻട്രലൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യയിൽ സെൻട്രലൈസേഷൻ 1773 നിയമപ്രകാരം സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് സെൻട്രലൈസേഷൻ കൊണ്ടുവരുന്നു എന്നൊരിത് വേണം. ഇത് ഈ നിയമം കൊണ്ടുവന്ന് എന്ന് മറന്നു പോലും. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം മറന്നു പോകരുത്. എന്തിനു വേണ്ടിയിട്ടാണ് നിയമം കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവരുന്നത് തന്നെ. അപ്പൊ ഇതിനകത്തുള്ള ഓരോ ഫീച്ചേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സെൻട്രലൈസേഷൻ കൊണ്ടുവരുന്ന വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ പവറിനെ കൊണ്ടുവരുന്നു. അപ്പം അഴിമതി കുറയും. മുകളിൽ ഒരു ശക്തനായ ഒരു അധികാരി ഉണ്ട് എന്നുള്ള ഒരു രീതിയിൽ എന്താണ്, അപ്പൊ അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കുമ്പോഴാണ് അഴിമതി എന്ന് കരുതുന്നു. സോ അത് ഒഴിവാക്കാനായിട്ട് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പവറിനെ കൊണ്ടുവരുന്നു. അപ്പൊ ഒരാളടുത്ത് റിപ്പോർട്ട് ചെയ്യണമെന്നൊരു ഇത് വരുന്നു അല്ലെ, അങ്ങനെ കാര്യങ്ങൾ വരുന്നു. അങ്ങനെ ഒരു അഴിമതി കുറയ്ക്കാം എന്നൊരു ധാരണയാണ് സെൻട്രലൈസേഷൻ, സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന അതിന്റെ പുറയിലുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഫീച്ചറിലേക്ക് പോവാം. ഓക്കെ, നോക്കൂ, അടുത്ത എന്താണ്? സുപ്രീം കോർട്ട് കൊണ്ടുവരുന്നു. അടുത്താണ് ടു പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ സുപ്രീം കോർട്ട് അറ്റ് കൽക്കട്ട 1773. നമുക്ക് എന്താണ് വരുന്നത്? സുപ്രീം കോർട്ട് വരുന്നു. സുപ്രീം കോർട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ അഴിമതി കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്ത്യയിൽ ഒരു സുപ്രീം കോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇത്ര അഴിമതിയിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നു. അപ്പൊ നമുക്കിവിടെ ഒരു സുപ്രീം കോർട്ട് കൊണ്ടുവരാം. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് 1774 കൽക്കട്ടയിൽ ഒരു സുപ്രീം കോർട്ട് വരുന്നത്. അപ്പൊ 1773 നിയമപ്രകാരമാണ് ഇന്ത്യയിൽ ഒരു സുപ്രീം കോർട്ട് വരുന്നത്. 1773 നിയമപ്രകാരം റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ഒരു സുപ്രീം കോർട്ട് വരുന്നത്. ഓക്കെ, അത് 1774 അത് കൽക്കട്ടയിലാണ്. ക്ലിയർ ആണല്ലോ? കൽക്കട്ടയിലാണ്, ഡൽഹിയിലല്ല, കൽക്കട്ടയിലാണ്. ഓക്കെ, അപ്പം ഈ ഒരു സുപ്രീം കോർട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കോമ്പോസിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനകത്ത് ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ട് അല്ലെ, വൺ ചീഫ് ജസ്റ്റിസ് ആൻഡ് 3 അതർ ജഡ്ജ്. ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ട്, ഒരു CJ ഉണ്ട്. നമ്മുടെ ആദ്യത്തെ സുപ്രീം കോർട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു CJ ഉണ്ട്, 3 ജഡ്ജിമാരും ഉണ്ട്. ഓക്കെ, 3 ജഡ്ജസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ചീഫ് ജസ്റ്റിസും ഉണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ സുപ്രീം കോർട്ടിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്തിനു വേണ്ടി കൊണ്ടുവന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഴിമതി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ സെൻട്രലൈസേഷൻ കൊണ്ടുവരുന്നു. അതിനുശേഷം എന്താണ്? അതിനോടൊപ്പം വരുന്നതാണ് ഇന്ത്യയിൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്നു അല്ലെ. സുപ്രീം കോർട്ട് കൊണ്ടുവരുന്നു, ഇന്ത്യയിൽ സുപ്രീം കോടതി കൊണ്ടുവരുന്നു. 1773 ഭാഗമായിട്ട് ഇന്ത്യയിൽ എന്തുകൊണ്ട് വരുന്നു? സുപ്രീം കോടതി വരുന്നു. അപ്പം ഒരു CJയും അന്നത്തെ സുപ്രീം കോടതിന്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു CJ ഉണ്ട്, 3 ജഡ്ജസും ഉണ്ട്. ഒരു CJ 3 ജഡ്ജസും ഉണ്ട്. എലിജ ഇംബെ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പം ഒരുപാട് നമ്മൾ കേട്ട ഒരാളാണ് അല്ലെ, എലിജ ഇംബെ ആണ് നമ്മുടെ ആദ്യത്തെ CJ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ CJ എന്ന് പറയുന്നത് എലിജ ഇംബെ ആണ്. ഓക്കെ, അപ്പം സുപ്രീം കോർട്ട് വന്നു 1773 നിയമപ്രകാരം 1774 കൽക്കട്ടയിൽ സുപ്രീം കോർട്ട് വരുന്നു. അഴിമതി കുറയ്ക്കാണ് ലക്ഷ്യം. ഇനി അടുത്ത എന്താണ് അഴിമതി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തിരിക്കുന്നത്? ബ്രിട്ടീഷ് പാർലമെന്റ് എടുത്ത നടപടി, ഇറ്റ് പ്രൊഹിബിറ്റഡ് ദ സെർവൻസ് ഓഫ് കമ്പനി ഫ്രം എൻഗേജിങ് ഇൻ എനി പ്രൈവറ്റ് ട്രേഡ് ഓർ അക്സെപ്റ്റിംഗ് പ്രസൻസ് ഓർ ബ്രൈബ്സ് ഫ്രം ദ നേറ്റീവ്സ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇത്ര അങ്ങോട്ട് കൊളാപ്സ് ആവാൻ അല്ലെങ്കിൽ ഇത്ര ഒരു കറപ്റ്റഡ് ആവാൻ മെയിൻ കാരണം വേറെ ആരുമല്ല, അത് അവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. ഓക്കെ, അപ്പം ഇവരെ നിയന്ത്രിക്കുക. ഇവിടെ ഇപ്പൊ സുപ്രീം കോടതി കൊണ്ടുവന്നാലും സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നാലും ഇങ്ങനെ അവിടുത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥര് ഇങ്ങനെ എന്താണ് അഴിമതിക്കാരായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലെ. അപ്പൊ അവരുടെ അഴിമതി ഉള്ളിൽ നിന്ന് തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇവിടെ എന്ത് മാറ്റം കൊണ്ടുവന്നിട്ടും കാര്യമില്ല. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇങ്ങനെ ഒരു ക്ലോസ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. എന്താണ് പറയുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ സെർവൻസ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാര് പ്രൈവറ്റ് ട്രേഡിൽ ഏർപ്പെടാൻ പാടില്ല. ഇവിടെ കാണാൻ ഈ ഒരു നമ്മൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈ ഒരു കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന അതിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് താഴോട്ടാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗ്രോത്ത് താഴോട്ടാണ്. പക്ഷേ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ, ഇവിടുത്തെ ഓഫീസേഴ്സിന്റെ അല്ലെങ്കിൽ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരുടെ പോക്കറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും മുകളിലോട്ടാണ്. ഇവർ പലപ്പോഴും എന്താണ് ഈ കമ്പനിക്ക് വെളിയിലുള്ള സ്വകാര്യ കച്ചവടങ്ങളിലൊക്കെ ഇവർ ഏർപ്പെടും.
ഓക്കെ. അപ്പം സ്വകാര്യ പ്രൈവറ്റ് ട്രേഡിൽ ഇവർ ഏർപ്പെടും. എന്തായാലും ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ അവർക്ക് വിത്തൗട്ട് ടാക്സ് എന്നുള്ള ഒരു എന്താണ് ഒരു അധികാരം ഇവരുടെ കയ്യിൽ കിടപ്പുണ്ട്. അപ്പൊ അത് ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഇവരെന്താണ് പ്രൈവറ്റ് ടാക്സുകളിലൊക്കെ ഏർപ്പെടും. മാത്രമല്ല നമ്മളെ ഭീഷണിപ്പെടുത്തി, നമ്മൾ ഇന്ത്യക്കാരെ ഭീഷണിപ്പെടുത്തിയും ഒക്കെ ഒരുപാട് എന്താ കൈക്കൂലികളും ബ്രൈബ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നേറ്റീവ്സിന്റെ കയ്യിൽ നിന്ന്, ഇന്ത്യൻസിന്റെ കയ്യിൽ നിന്ന് ഇവര് വാങ്ങിച്ചിട്ടുണ്ട് അല്ലെ. എന്തുകൊണ്ടും നമുക്ക് എപ്പോഴും പണി തരിക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഭീഷണിപ്പെടുത്തിയും അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കൈക്കൂലികൾ ഇവർ വാങ്ങുന്നുണ്ട്. ഓക്കെ, ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇവരെ നിയന്ത്രിക്കണം. ഓക്കെ, ഇവർ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ക്ലോസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് പ്രൈവറ്റ് ട്രേഡിൽ ഒന്നും ഏർപ്പെടാൻ പാടില്ല. മനസ്സിലായി? ഇവര് പ്രൈവറ്റ് ട്രേഡിൽ ഏർപ്പെടാൻ പാടില്ല. ആരെന്ന് ചോദിച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ പ്രൈവറ്റ് ട്രേഡിൽ ഏർപ്പെടാൻ പാടില്ല. മാത്രമല്ല ഇവിടെ നമ്മുടെ സ്വദേശികളിൽ നിന്ന് എന്താണ് എന്താ ഗിഫ്റ്റും കൈക്കൂലിയും ഒന്നും കൈപ്പറ്റാനും പാടില്ല എന്ന് പറയുന്ന ഒരു ക്ലോസും കൂടി കൊണ്ടുവരും. ഓക്കെ, ഇനി അടുത്ത എന്താണ്? അപ്പം അങ്ങനെ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താണ് ക്ലോസ് ഇതിനകത്തുണ്ട്, റെഗുലേറ്റിംഗ് ആക്ടിനകത്തുണ്ട്. ഓക്കെ, ഇനി അടുത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്ട്രെങ്തൻ ദി കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓവർ ദ കമ്പനി ബൈ റിക്കോറിംഗ് ഇൻ ദി കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഗവർണിംഗ് ബോഡി ഓഫ് ദ കമ്പനി ടു റിപ്പോർട്ട് ഓൺ ഇറ്റ്സ് റവന്യൂ, സിവിൽ, മിലിറ്ററി അഫയേഴ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, അടുത്ത ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുകയാണ്. അതേപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെന്റ് എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുകളിൽ പിടിമുറുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കയ്യിലാണ് കൺട്രോൾ അല്ലെ. ആ കൺട്രോൾ ഒന്ന് ശക്തിപ്പെടുത്തും. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ മുകളിൽ തന്നെയാണ് അല്ലെ, ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കയ്യിൽ തന്നെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൺട്രോൾ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഒരു കടിഞ്ഞാൺ ഞങ്ങളുടെ കയ്യിലാണെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എന്താണ് ഗവർണിംഗ് ബോഡീസ് ഉണ്ട്. അതായത് ഈ നമ്മുടെ ഈ എന്താണ് ഡയറക്ടേഴ്സ് ബോഡി എന്നൊക്കെ പറഞ്ഞ ഒരു കമ്പനിയുടെ ഡയറക്ടേഴ്സ് ബോഡി ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ആയിട്ടുള്ളവരുടെ ഒരു ബോഡി ഉണ്ടല്ലോ. അതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അങ്ങനെ ഒരു ബോഡിയാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയും. ഇതാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുതലാളിമാർ എന്ന് പറയാം. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഗവർണിംഗ് ബോഡി ഓഫ് ദ കമ്പനി. കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആരാണ്? ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അപ്പൊ ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മുതല് കമ്പനിയുടെ ഫങ്ഷൻസ്, അത് കമ്പനി എന്തൊക്കെ ചെയ്യുന്നു, അതായത് കമ്പനിയുടെ റവന്യൂ അല്ലെ, റവന്യൂ ഇന്ത്യയിൽ നിന്ന് പലയിടത്തും റവന്യൂ പിരിക്കുന്നുണ്ട് കമ്പനി. അതേപോലെ സിവിൽ, പൗരന്മാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ പട്ടാള വ്യവസ്ഥ എങ്ങനെയാണ്. ഓക്കെ, ഇന്ത്യയിലെ കാര്യങ്ങളിൽ റവന്യൂ പിരിക്കുന്നവരാണ്, സിവിൽ കാര്യങ്ങൾ നോക്കുന്നവരാണ്, മിലിറ്ററി അഫയേഴ്സ് ഒരു പട്ടാളത്തെ നിലനിർത്തുന്നുണ്ട് ഇല്ലേ. അപ്പം ഇതിനെ കുറിച്ചൊക്കെയുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം? ബ്രിട്ടീഷ് പാർലമെന്റിന് ആര് കൊടുക്കണം? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കൊടുക്കണം എന്നുള്ള ഒരു ക്ലോസും കൂടി കൊണ്ടുവരുന്നു. അപ്പൊ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ വിളിച്ചിട്ട് പറയാണ്, ഇന്ന് മുതൽ റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാവുന്ന ദിവസം മുതൽ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്യുന്നത്. നിങ്ങളാണല്ലോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുതലാളിമാർ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ കമ്പനി എന്തൊക്കെയാണ് ഇന്ത്യയിൽ ചെയ്യുന്നത്, ഇപ്പൊ റവന്യൂ എത്ര റവന്യൂ കിട്ടുന്നു, എങ്ങനെയൊക്കെ പിരിക്കുന്നു, എവിടെ നിന്നൊക്കെ കിട്ടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സിവിൽ അഫയേഴ്സ്, മിലിറ്ററി അഫയേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തൊക്കെ ചെയ്യുന്നു, ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിനെ റിപ്പോർട്ട് ചെയ്യണം. പണ്ട് ഇതുപോലൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ 100 വർഷം ഇവര് തോന്നിയ പോലെ ഭരിക്കായിരുന്നു. അപ്പൊ ഇന്ന് മുതലൊരു റെഗുലേഷൻ വരുന്നു, ഒരു നിയന്ത്രണം വരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിനെ ഇവരുടെ മുകളിൽ ഒരു പിടി മുറുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷ് പാർലമെന്റ് കരുതുകയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാമെന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് കരുതുകയാണ്. അങ്ങനെ ഇത്രയും നിയമങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഇതിൽ ഈ ഒരു ഭാഗത്ത് പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 1774 സുപ്രീം കോർട്ട് കൊണ്ടുവരുന്നു. ഏത് പ്രകാരം? 73 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം. എവിടെയാണ്? കൽക്കട്ടയിലാണ് കൊണ്ടുവരുന്നത്. അപ്പം ഇതിൽ ഒരു CJ ഉണ്ട്, ചീഫ് ജസ്റ്റിസും 3 ജഡ്ജിമാരുമാണ് ഇതിൽ ഈ ഒരു സുപ്രീം കോർട്ടിലുള്ളത്. ഓക്കെ, കൽക്കട്ടയിലാണ് ഫോം ചെയ്തതെന്നുള്ള രൂപീകരിച്ചെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എലിജ എംപി ആണ് ആദ്യത്തെ CJ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നീട് എന്താണ് കൊണ്ടുവന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുകയാണ് ചെയ്തത് അല്ലെ. അപ്പൊ ഇവര് പ്രൈവറ്റ് ട്രേഡിൽ ഏർപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്വദേശികളുടെ കയ്യിൽ നിന്ന് ധാരാളം ഗിഫ്റ്റും അതേപോലെ കൈക്കൂലിയൊക്കെ നിർബന്ധിച്ചൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഇവർക്ക് എന്താണ്, ഇവരെ പ്രൊഹിബിറ്റ് ചെയ്തു. ഇനി മേലിൽ അങ്ങനെ ചെയ്യരുതെന്നുള്ളൊരു പ്രൊഹിബിറ്റ് നിരോധിച്ചു. ആ കാര്യങ്ങളൊക്കെ നിരോധിച്ചു. പിന്നീട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പവർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുകളിൽ എപ്പോഴും ബ്രിട്ടീഷ് പാർലമെന്റ് ഉണ്ട് എന്നൊരു പവർ, ആ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നോണം എന്താണ് ചെയ്തത്? ഇനി മുതൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ
ആര്? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ആരാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണിംഗ് ബോഡിയാണ്, അവരുടെ മുതലാളിമാരാണ് അല്ലെ. ഈ മുതലാളിമാർ ഇവരെന്താണ് ചെയ്യുന്നത്, അവരുടെ കമ്പനി എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ചെയ്യുന്നത്? റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സിവിൽ അഫയേഴ്സ്, മിലിറ്ററി അഫയേഴ്സ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് റെഗുലേറ്റിംഗ് ആക്ട് വന്നതിന് ശേഷം ആര്? ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് പാർലമെന്റ്, ബ്രിട്ടീഷ് പാർലമെന്റ് റിപ്പോർട്ട് നൽകണം, അവരെ ധരിപ്പിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റിംഗ് ആക്ടിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. അപ്പൊ ആദ്യം നമ്മൾ കണ്ടു, എന്താണ് ആദ്യം നമ്മൾ കണ്ടത്? സെൻട്രലൈസേഷൻ കൊണ്ടുവന്നു. അതിനു മുമ്പ് ഒരു പ്രാധാന്യം പഠിച്ചു. എന്താണ് നമ്മൾ ഇന്ന് പഠിച്ച റെഗുലേറ്റിംഗ് ആക്ട് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 3 ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഒന്ന് ഇതെന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് പാർലമെന്റ് നടപ്പിലാക്കിയ നിയമം. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കമ്പനിയുടെ പൊളിറ്റിക്കൽ ഫംഗ്ഷൻസും അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസും നയപരമായ കാര്യങ്ങളും ഭരണപരമായ കാര്യങ്ങളും വേർതിരിക്കുന്നത് റെഗുലേറ്റിംഗ് ആക്ട് ആണ്. മൂന്നാമത് ഇന്ത്യയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷന് തുടക്കം കുറിച്ചു. അപ്പൊ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് 3 പ്രസിഡൻസി ഉണ്ടായിരുന്ന ബോംബെ, ബംഗാൾ, മദ്രാസ്, 3 പ്രസിഡൻസീസ്. ഈ പ്രസിഡൻസീസ് സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ നടന്നുകൊണ്ടിരുന്നത് അല്ലെ. 3 സെപ്പറേറ്റ് ഗവർണേഴ്സ് ആയിരുന്നു ഉള്ളത്. പക്ഷെ ഈ നിയമം വന്നതിന് ശേഷം ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം മദ്രാസിലെയും ബോംബെയിലെയും ഗവർണേഴ്സിനെ ആരുടെ സബോർഡിനേറ്റ് ആക്കുന്നു? ഇദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് ആക്കി മാറ്റുന്നു. 4 മെമ്പേഴ്സ് ഉള്ള ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രൂപീകരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല നമ്മളൊരു പോയിന്റ് കൂടെ പഠിച്ചു, ലോർഡ് വാറൻ ഹേസ്റ്റിംഗ്സ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന പോയിന്റും കൂടി നമ്മൾ പഠിച്ചു. ഇതാണ് ഇന്ത്യയിലെ സെൻട്രലൈസേഷന്റെ തുടക്കം എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ കൗൺസിൽ മറന്നു പോവല്, എക്സിക്യൂട്ടീവ് കൗൺസിൽ 4 അംഗങ്ങളത് മറന്നു പോവല് കേട്ടോ. ഇനി അടുത്ത എന്താണ്? അടുത്ത് നമ്മൾ സുപ്രീം കോടതി കൊണ്ടുവന്നു. അഴിമതി നിയന്ത്രിക്കുകയാണ് ഉദ്ദേശം. അപ്പൊ സുപ്രീം കോടതി കൊണ്ടുവന്നു. 1774 സുപ്രീം കോടതി കൽക്കട്ടയിൽ കൊണ്ടുവന്നു. എലിജ എംബയാണ് ആദ്യത്തെ CJ. ആദ്യത്തെ സുപ്രീം കോടതിയിലെ 3 ജഡ്ജിമാരും ഒരു CJ ഉള്ളൂ, ഒരു ഒറ്റ CJ ഉണ്ടായിരുന്നു. ഓക്കെ. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കണം. ഉദ്യോഗസ്ഥരെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. ഈ സുപ്രീം കോടതി കൊണ്ടുവന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല. ഈ ഉദ്യോഗസ്ഥരാണ് മെയിൻ ആയിട്ട് ഈ കമ്പനിക്ക് പണി കൊടുക്കുന്നത്. അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? ഇവരെ സ്വകാര്യ കച്ചവടം നിർത്തി. ഇനി മേലിൽ നിങ്ങൾ സ്വകാര്യ കച്ചവടത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ കൊണ്ടുവരുന്നു. നിരോധിക്കുന്നു. ഓക്കെ. പിന്നെന്താണ്? കൈക്കൂലി വാങ്ങിക്കരുത്. ഇന്ത്യക്കാരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിക്കല്, ഗിഫ്റ്റുകളും കാര്യങ്ങളൊന്നും ഇന്ത്യൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമം കൂടി ഇതുവഴി കൊണ്ടുവരുന്നു. പിന്നീട് നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഒരു അധികാരം എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പുറത്തുള്ള ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരം ഒന്നും കൂടി ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്താണ്? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനോട് പറയുന്നു. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞ ഗവർണിംഗ് ബോഡിയാണ്, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുതലാളിമാരാണ്. ഇവരോട് പറയുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നടത്തുന്ന റവന്യൂ, അതേപോലെ സിവിൽ, മിലിറ്ററി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിനെയും കുറിച്ചും കൃത്യമായ റിപ്പോർട്ട് ബ്രിട്ടീഷ് പാർലമെന്റിനെ ധരിപ്പിക്കണം, റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളൊരു കാര്യം കൂടി, അങ്ങനെ ഒരു ക്ലോസും കൂടി ഈ ഒരു ആക്ടിൽ വെക്കുന്നു. അപ്പൊ ഇത്രയുമാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത്. നമ്മുടെ ആദ്യത്തെ കമ്പനി റൂളാണ്. അതേപോലെ ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ കൊണ്ടുവരുന്ന നിയമമാണ് അല്ലെ. അപ്പം ഈ ഒരു റെഗുലേഷൻ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നന്നായോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. അപ്പം അതറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലെ. അടുത്ത കാര്യങ്ങൾ കണ്ടെങ്കിൽ, തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടെങ്കിൽ മാത്രമേ, അടുത്ത ഭാഗം നമ്മൾ നോക്കിയെങ്കിൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്ന് പഠിപ്പിച്ച റെഗുലേറ്റിംഗ് ആക്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ളൊരു ഒരു മനസ്സുണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും താങ്ക് യു. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.